രാവിലെ നന്നായി പ്രാക്ടീസ് ചെയ്താൽ നന്നായിട്ട് പാടാൻ പറ്റുന്ന എല്ലാവർക്കും അറിയാം അല്ലേ? കാരണം നമ്മൾ അത്രയും സമയം നമ്മൾ റെസ്റ്റ് എടുത്തിട്ടാണ് നമ്മൾ രാവിലെ പ്രാക്ടീസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് നന്നായിട്ട് പാടാൻ പറ്റും എന്ന് പറയുന്നത്. അതേസമയം തന്നെ വൈകിട്ട് നമ്മൾ പാടുകയാണെങ്കിൽ അത്രയും നമ്മൾ സ്ട്രെയിൻ ചെയ്തിട്ടാണ് പാടേണ്ടി വരിക. കാരണം അത്രയും നേരം നമ്മൾ സംസാരിക്കുകയും നമ്മൾ ചിരിക്കുകയും കളിക്കുകയും ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ വൈകുന്നേരം പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും രാവിലെ പ്രാക്ടീസ് ചെയ്യണം എന്ന് പറയുന്നത്. ഓക്കെ, കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. എല്ലാവർക്കും നമസ്കാരം. ദീപ്ത സംഗീതത്തിലേക്ക് സ്വാഗതം. ഞാൻ ദീപ കിഷോർ. കുറേ പേര് ചോദിച്ചൊരു ഡൗട്ടാണ്, നമ്മൾ രാവിലെ ചെയ്യണോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ചെയ്യണോ, രാത്രി ചെയ്യണോ, വൈകുന്നേരം ചെയ്യണോ, പ്രാക്ടീസ് എപ്പോഴാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. പ്രാക്ടീസ് എപ്പോഴും ചെയ്യാൻ നല്ലത് രാവിലെയാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അത്രയും സമയം തൊണ്ടയ്ക്ക് റെസ്റ്റ് കൊടുത്തിട്ടാണ് രാവിലെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എണീറ്റ് വന്ന് ഫ്രഷ് ആയതിന് ശേഷം നമ്മൾ ചെറിയൊരു വാമപ്പ് ചെയ്യണം. അതായത് നമ്മളിപ്പം പെട്ടെന്ന് തന്നെ സ്വരങ്ങളിലേക്ക് കടക്കാതെ ജസ്റ്റ് ഒരു എക്സസൈസ് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മളുടെ തല ഒന്ന് റൗണ്ട് ചെയ്യണം. ഇത് നമ്മൾ സാധാരണ ചെയ്യുന്ന എക്സസൈസ് തന്നെയാണ്. പക്ഷെ രാവിലെ നിങ്ങൾ എഴുന്നേറ്റിട്ട് ഇതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ഇതൊരു 10 തവണ നിങ്ങൾ ഇങ്ങോട്ടേക്ക് കറക്കണം. ആ 10 തവണ കറക്കിയതിന് ശേഷം നിങ്ങൾ നേരെ ഓപ്പോസിറ്റ് ഇങ്ങോട്ടേക്ക് കറക്കുക. ഇങ്ങനെ ഒരു 10 പ്രാവശ്യം നിങ്ങൾ ചെയ്യുക കേട്ടോ. ഇങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ വായ കൊണ്ടാണ്. വായ കൊണ്ട് ചെയ്യേണ്ടത്. നോക്കിക്കേ, ആ, ഉ, എ, ഓ, ആ, ഇ, ഉ, എ, ഓ, എ ഇങ്ങനെയുള്ള എക്സസൈസുകൾ ചെയ്യണം. അതായത് ഓരോ അക്ഷരങ്ങളും നമ്മൾ പറഞ്ഞാൽ മതി. അപ്പം നമ്മൾ മസിൽസൊക്കെ ലൂസാവാൻ വേണ്ടിയിട്ടാണ്. ഇവിടെയുള്ള മസിൽസൊക്കെ ലൂസായിട്ട് വരും നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ. കുറച്ച് സമയം നമ്മളത് ചെയ്യണം. ആ, പിന്നെന്താ, ഊ പറയാം. ആ, ഉ, എ, ഇ, ഉ, എ, ഓ ഇങ്ങനെ പറയുമ്പോൾ കണ്ടോ, നമ്മളെ മസിൽസ് എല്ലാം ലൂസായിട്ട് വരും കേട്ടോ. പിന്നെ ഏറ്റവും നല്ലൊരു എക്സസൈസാണ് ചിരിക്കുക എന്നുള്ളത്. നമ്മളിങ്ങനെ ചിരിക്കുമ്പോൾ നമ്മളെ മസിൽസ് ലൂസാവും കേട്ടോ. അപ്പോൾ കുറച്ച് സമയം നിങ്ങൾ രാവിലെ ചിരിച്ചോ, നല്ലതല്ലേ? കുറച്ച് സമയം രാവിലെ ചിരിക്കുക, ഇങ്ങനെ ചിരിക്കുക കേട്ടോ. പിന്നെ നമ്മൾ ക്ലോസ് ചെയ്യുന്നു, വീണ്ടും ചിരിക്കുന്നു, ക്ലോസ് ചെയ്യുന്നു, ഇങ്ങനെ കുറച്ച് തവണ ചെയ്യാം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സ്വരങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അതേതാന്ന് പറഞ്ഞു തരാം കേട്ടോ. അതായത് നിങ്ങൾ ആദ്യം തന്നെ ഞാൻ പറയാറുണ്ട്, സപ്തസ്വരങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചിരിക്കണം എന്നുള്ളത്. ഈ സപ്തസ്വരങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സ്വരസ്ഥാനങ്ങൾ കറക്റ്റായിട്ട് പാടാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സ്വരങ്ങൾ തന്നെയാണ് നമ്മൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും തിരിച്ചിട്ടിട്ട് പാടുന്നത്. അതാദ്യം നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് പഠിക്കണം. അപ്പോൾ നമുക്ക് സപ്തസ്വരങ്ങൾ പാടിയിട്ട് തന്നെ തുടങ്ങാം. എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഇതിനെപ്പറ്റി വലിയൊരു ഇതുണ്ടാവില്ലല്ലോ. അപ്പം ആദ്യമായിട്ട് കാണുന്നവർക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഈ സപ്തസ്വരങ്ങൾ ഒന്നുകൂടി പാടാം. എന്നിട്ട് അതിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾ ഈ സപ്തസ്വരങ്ങളൊന്ന് ശ്രദ്ധിക്കൂ കേട്ടോ. സാ, രേ, ഗ, മ, പ, ധ, നീ, സ, സാ, നീ, ധ, പ, മ, ഗ, രേ, സ. ഇങ്ങനെയാണ് സപ്തസ്വരങ്ങൾ പോകുന്നത്. അപ്പോൾ ഈ സ്വരങ്ങളിൽ നിന്നും വീണ്ടും വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പം അടുത്തത് നോക്കിക്കേ, ഈ സരി 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 മാത്രം എടുത്തിട്ട് നമ്മൾ പാടുകയാണ്. നോക്കൂ, സരി 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 ഇങ്ങനെ പാടാണ്.
അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ആകാരം പാടിയെടുക്കണം. ആ ആ ആ ആ ആ ഇങ്ങനെ പാടിയെടുക്കണം. ഇനി അതെന്ത് ചെയ്യണം, കുറച്ചുകൂടി സ്പീഡ് കൂട്ടിയെടുക്കണം. സരി 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 ആ ഇങ്ങനെ പാടിയെടുക്കണം. നമ്മളൊന്നും പാടുന്നില്ല, സരി മാത്രമാണ് പാടുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി അതിൻ്റെ സ്പീഡിലേക്ക് പോവാം, കുറച്ചുകൂടി സ്പീഡിലേക്ക്. സരി 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 എന്ന് പാടുമ്പോൾ അതിൻ്റെ ആകാരം നമ്മളിങ്ങനെ പാടും. കണ്ടോ, നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നമ്മൾക്ക് വരുന്ന വ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇപ്പം നമ്മൾ പാടിയത് സരി മാത്രമാണ്. അടുത്ത സ്വരം കൂട്ടിയിട്ട് പാടുക. സരി ഗ സരി ഗ സരി ഗ സരി ഗ ഇങ്ങനെ പാടുക. എന്നിട്ട് അതിൻ്റെ എന്ത് ചെയ്യണം, ആകാരം പാടണം. ആ ആ കണ്ടോ. അപ്പൊ സരിഗ എന്നുള്ള സ്വരം നമ്മളെ മനസ്സിൽ നന്നായിട്ട് അവിടെ കിടക്കണം. എന്നാൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ, നമുക്ക് ആകാരങ്ങൾ കറക്റ്റായിട്ട് പാടാൻ കിട്ടുള്ളൂ. ഇനി എന്ത് ചെയ്യണം, അതിൻ്റെ സ്പീഡാക്കണം. സരിഗ 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 അതിൻ്റെ ആകാരം ആ ഇനി എന്ത് ചെയ്യണം, അതിലും സ്പീഡ് കൂട്ടണം. സരിഗ 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 അതിൻ്റെ ആകാരം ആ കണ്ടോ. ഇനി എന്ത് ചെയ്യണം, അതിലും സ്പീഡ് കൂട്ടണം. സരിഗ 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 ഇങ്ങനെ കൂട്ടണം, അതിൻ്റെ ആകാരം ആ ഇങ്ങനെ നമ്മൾ സ്പീഡ് കൂട്ടി എടുക്കണം. ഇനി അടുത്ത സ്വരം കൂട്ടിയിട്ട്, അതായത് സരിഗ കഴിഞ്ഞാൽ മാ, സരിഗമ 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 സരിഗമ. ഓക്കെ, ഇനി അതിൻ്റെ ആകാരം പാടും. ആ സ്പീഡ് കൂട്ടാം. സരിഗമ 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 അതിൻ്റെ ആകാരം എടുക്കൂ. ആ ഓക്കെ, അതൊരു ശ്വാസം എത്ര നമുക്ക് ശ്വാസം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നോ അത്രയും കൺട്രോൾ ചെയ്തിട്ട് നമ്മൾ പാടിയെടുക്കണം. ശ്വാസം മേലോട്ട് വലിച്ചിട്ട് വിട്ടാൽ മതി. അതായത് ഞാൻ മൂക്കിലൂടെ വലിച്ചിട്ട് വായിലൂടെ വിടാൻ ഞാൻ പറയാറുണ്ട് അല്ലേ, അതുപോലെ മൂക്കിലൂടെ വലിച്ചിട്ട് കുറച്ച് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അത് പതുക്കെ വായിലൂടെ വിട്ടുകൊടുത്താൽ മതി കേട്ടോ. ഇനി അടുത്തത് സരിഗമ പ വരെ. സരിഗമ പ സരിഗമ പ സരിഗമ പ സരിഗമ പ സരിഗമ പ ആ ഇങ്ങനെ പാടിയെടുക്കുക. ആദ്യം സാവധാനം പാടിയിട്ടേ സ്പീഡാക്കാൻ പാടുള്ളൂ കേട്ടോ. ഇനി അതിൻ്റെ സ്പീഡിലേക്ക് വരും. സരിഗമപ 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 ഇനി അതിൻ്റെ ആകാരം ആ ഇനി അതിൻ്റെ കുറച്ചും കൂടെ സ്പീഡ്. സരിഗമപ 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 അതിൻ്റെ ആകാരം ആ കണ്ടോ. ഇതൊക്കെ നല്ല പ്രാക്ടീസാണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്രാക്ടീസാണ്. അതേപോലെ തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതുമാണ്. കാരണം ഇത് നമ്മൾ ആ ഒരു നമുക്കറിയാം സരി സരി എന്നുള്ളത് അവിടെ വേറെ പ്രത്യേകിച്ച് ഒന്നും നമ്മൾ ചെയ്യാനില്ല അല്ലേ. സരി 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 ഇങ്ങനെ പാടുമ്പോൾ തന്നെ അതിൻ്റെ ആകാരം കൊടുത്തു കഴിയുമ്പോൾ എത്രത്തോളം നമ്മൾ ഇവിടെ ലൂസായി കിട്ടുമെന്നറിയോ. അപ്പം അത്രത്തോളം ചെയ്തു വരണം നമ്മൾ.
കണ്ടോ? ഇങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്തിട്ട് പോകണം കേട്ടോ. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി നമ്മളിപ്പോൾ പാ വരെയാണ് പാടിയത്, അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം, ധ വരെ പാടിയിട്ട് ഇതേപോലെ ആകാരം പാടിയെടുക്കണം. നീ വരെ പാടിയിട്ട് ഇതേപോലെ ആകാരം പാടിയെടുക്കണം. സ വരെ പാടിയിട്ട് ഇതേപോലെ ആകാരം പാടിയെടുക്കണം. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നോക്കണം കേട്ടോ. രാവിലെ കുറച്ച് സമയം, ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഒരുപാട് സ്ട്രെയിൻ ചെയ്യരുത്. നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ടൊരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഇനി രാവിലെ ചെയ്യാൻ പറ്റുന്നില്ല, ബുദ്ധിമുട്ടാണ് എന്നുള്ളവർ മാത്രം വൈകിട്ട് ചെയ്യാൻ നോക്കുക. വൈകിട്ട് ഒരു 6 മണി 7 മണി അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ചെയ്യണം കേട്ടോ. പിന്നെ ഒരുപാട് വീഡിയോസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും നിങ്ങൾ പഠിക്കണം. പക്ഷേ നിങ്ങൾ ഫസ്റ്റിൽ ചെയ്യുന്ന സമയത്ത് ഈ ഒരു എക്സസൈസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇത് പാടി പഠിക്കണം കേട്ടോ. പിന്നെ നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യാം, നിങ്ങളെ കമൻസ് താഴെ കൊടുക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ശരി, നല്ല വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. നന്ദി, നമസ്കാരം.